രാഹുലിന്റെ മുൻകൂർ ജാമ്യം തള്ളിക്കൊണ്ടുള്ള കോടതി ഉത്തരവിന്റെ വിവരങ്ങൾ വരികയാണ്. രാഹുലിനെതിരെ പ്രഥമദൃഷ്ട്യാ തെളിവുണ്ട് എന്ന് കണ്ടെത്തിക്കൊണ്ടാണ് ഇന്ന് കോടതി മുൻകൂർ ജാമ്യം നിഷേധിച്ചത്. കുറ്റകൃത്യത്തിന്റെ വ്യാപ്തി കണക്കിലെടുത്ത് ജാമ്യം നൽകാൻ കഴിയില്ല എന്നാണ് കോടതി വ്യക്തമാക്കിയത്. രാഹുൽ മാങ്കൂട്ടത്തിന് ജാമ്യം അനുവദിച്ചാൽ അത് അന്വേഷണത്തെ ബാധിക്കുമെന്നും ഉത്തരവിൽ പറയുന്നു. രാഹുൽ സാക്ഷികളെ സ്വാധീനിക്കാനും തെളിവുകൾ നശിപ്പിക്കാനും സാധ്യതയുണ്ട് എന്നും മുൻകൂർ ജാമ്യം നിഷേധിച്ചുകൊണ്ടുള്ള ഉത്തരവിൽ കോടതി വ്യക്തമാക്കുന്നുണ്ട്. രാഹുലിന്റെ മുൻകൂർ ജാമ്യം തള്ളിയ ഉത്തരവിന്റെ പകർപ്പ് റിപ്പോർട്ടർ ലഭിച്ചിരിക്കുകയാണ്. വിവരങ്ങളുമായി ഹരിമോഹൻ നമുക്കൊപ്പം. ഹരിമോഹൻ, ഈ കുറ്റകൃത്യത്തിന്റെ ഗൗരവം കണക്കിലെടുത്തുകൊണ്ട് മുൻകൂർ ജാമ്യം അനുവദിക്കാൻ കഴിയില്ല എന്ന് തന്നെയല്ലേ ഉത്തരവിൽ പറയുന്നത്? തീർച്ചയായിട്ടും സുജയ, ഗുരുതരമായിട്ടുള്ള പരാമർശങ്ങൾ തന്നെയാണ് ഉത്തരവിലുള്ളത് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. കാരണം പ്രഥമദൃഷ്ട്യാ രാഹുലിനെതിരെ തെളിവുകളുണ്ട്. പ്രോസിക്യൂഷൻ സമർപ്പിച്ചിട്ടുള്ള തെളിവുകൾ അതിന് പര്യാപ്തമാണ് എന്നുള്ളതാണ് കോടതി ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. മാത്രമല്ല, ഇതിനകത്ത് രണ്ടാമത്തെ പരാതിയെക്കുറിച്ച് കൂടി പരാമർശമുണ്ട്. മറ്റൊരു അതിജീവിത കൂടി പരാതി നൽകിയിട്ടുള്ള കാര്യം ഗൗരവ സ്വഭാവത്തിൽ തന്നെ കാണേണ്ടതുണ്ട് എന്നുള്ളതാണ് കോടതി പറയുന്നത്. ഈ രാഹുലിന്റെ അഭിഭാഷകൻ, അതായത് പ്രതിയുടെ അഭിഭാഷകൻ ഉയർത്തിയ വാദങ്ങൾ രാഷ്ട്രീയ പ്രേരിതമാണ് എന്നതടക്കമുള്ള വാദങ്ങൾ നിലനിൽക്കുന്നതല്ല എന്നുള്ളതാണ് ഇതിനകത്ത് കോടതി ചൂണ്ടിക്കാണിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് അറസ്റ്റ് തടയലടക്കമുള്ള കാര്യങ്ങൾ ഈ കേസിൽ നടപടി എന്നുള്ള നിലയിലേക്ക് കൊണ്ടുവരാൻ കഴിയില്ല. മാത്രമല്ല, അറസ്റ്റ് ഈ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യുന്നതും അറസ്റ്റ് രേഖപ്പെടുത്തുന്ന അടക്കമുള്ള നടപടികളാണ് ഇനിയിപ്പോൾ ഈ കേസിന് ആവശ്യമുള്ളത്. അത് നിലവിലത്തെ ഘട്ടത്തിൽ, അതായത് അന്വേഷണത്തിന്റെ തുടക്കമാണ്, ആദ്യഘട്ടമാണ്. അതുകൊണ്ട് തന്നെ അറസ്റ്റ് അനിവാര്യമാണ് എന്നുള്ള നിലപാടിൽ തന്നെ കോടതി എത്തിയിരിക്കുന്നു എന്നുള്ളതാണ് അതിനകത്ത് പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം. ഇന്നലെ മുതൽക്ക് സമർപ്പിച്ചിട്ടുള്ള തെളിവുകൾ, ഇന്നലെയും ഇന്നുമായി സമർപ്പിച്ചിട്ടുള്ള തെളിവുകൾ, ആ തെളിവുകൾക്കകത്ത് യുവതി അതിജീവിത കടന്നുപോയിട്ടുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങൾ, അതായത് ബലാത്സംഗം അടക്കമുള്ള, ഗർഭചിത്രം അടക്കമുള്ള കുറ്റകൃത്യങ്ങളൊക്കെ തന്നെ തെളിയിക്കുന്ന തരത്തിലുള്ള രേഖകളാണ് പ്രോസിക്യൂഷന്റെ ഭാഗത്തു നിന്നുണ്ടായത് എന്നടക്കമുള്ള കാര്യങ്ങൾ ഇതിനകത്ത് രേഖപ്പെടുത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. മാത്രമല്ല, മുൻകൂർ ജാമ്യം നൽകുന്നത് അന്വേഷണത്തെ പ്രതികൂലമായി ബാധിക്കുമെന്ന് കോടതി കണ്ടെത്തിയിരിക്കുകയാണ്. ഹൈക്കോടതിയിലേക്ക് നീങ്ങുമ്പോഴും പരാതിയിൽ കഴമ്പുണ്ട് എന്ന് കീഴ്ക്കോടതി തെളിവുകൾ പരിശോധിച്ച് കുറ്റം നടന്നിട്ടുണ്ട് എന്ന് വ്യക്തമാക്കിക്കൊണ്ട് തള്ളുന്ന ഒരു ഉത്തരവാകുമ്പോൾ ഹൈക്കോടതിയിൽ അനുകൂല ഉത്തരവ് കിട്ടാനുള്ള സാധ്യതയും മങ്ങുകയല്ലേ ശ്യാം ദേവരാജ്? സെഷൻസ് കോടതിയുടെ ഉത്തരവിന്റെ പകർപ്പാണ് പുറത്തു വന്നിട്ടുള്ളത്. ഇതിലാണ് ഗൗരവതരമായ നിരീക്ഷണങ്ങൾ കോടതി നടത്തുന്നത്. അതായത് സാക്ഷികളെ സ്വാധീനിക്കാൻ സാധ്യതയുണ്ട്. ഈ ഘട്ടത്തിൽ ഇതൊരു ഗ്രാവിറ്റിയുള്ള, അതായത് ഗൗരവമേറിയ കുറ്റകൃത്യമാണ്. അതുകൊണ്ട് തന്നെ രാഹുൽ മാങ്കൂട്ടത്തിന് ജാമ്യം നൽകാൻ കഴിയില്ല. ഈ ഘട്ടത്തിൽ ജാമ്യം നൽകുന്നത് അന്വേഷണത്തെ പ്രതികൂലമായി ബാധിക്കും. മാത്രമല്ല, ഈ സാക്ഷികളെ സ്വാധീനിക്കാൻ സാധ്യതയുണ്ട്, തെളിവ് നശിപ്പിക്കാനും സാധ്യതയുണ്ട്. ഇത്തരം കാര്യങ്ങൾ പരിഗണിച്ച് മുൻകൂർ ജാമ്യം നൽകാനാവില്ല എന്നാണ് കോടതി വ്യക്തമാക്കുകയും ചെയ്യുന്നത്. വിശദമായ ഉത്തരവ്, ഏതാണ്ട് 30 പേജ് വരുന്ന 21 പേജ് വരുന്ന വിശദമായ ഉത്തരവാണ് കോടതി പുറത്തിറക്കിയിരിക്കുന്നത്. തിരുവനന്തപുരം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയുടേതാണ് ഈ ഉത്തരവ്. ഇതിൽ ഈ പ്രോസിക്യൂഷൻ ഉന്നയിച്ച വാദങ്ങളെല്ലാം കോടതി ശരിവെക്കുന്നുണ്ട്. ഈ പരാതിക്കാരിയെ ഹരാസ് ചെയ്യാനും ഹ്യൂമിലേറ്റ് ചെയ്യാനും, അതായത് മാനസികമായി പീഡിപ്പിക്കാനടക്കം ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ ശ്രമിച്ചിട്ടുണ്ട് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇത് ഒരു തെരഞ്ഞെടുപ്പിന്റെ മറവിൽ, ഒരു തെരഞ്ഞെടുപ്പ് കാലത്താണ് ഇത്തരം ഒരു കുറ്റകൃത്യം നടക്കുന്നത് എന്ന കാര്യവും കൂടി ഈ കോടതി നിരീക്ഷിക്കുന്നുണ്ട്. മാത്രമല്ല, ഇത്തരമൊരു സാഹചര്യത്തിൽ ഈ പരാതി നൽകാനുള്ള ഒരു കാലതാമസം ഉണ്ടായി. പക്ഷെ ആ കാലതാമസം കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കൂ. ഹരിമോഹനുണ്ട് നമുക്കൊപ്പം. ഹരിമോഹൻ, രാഹുലിന് മുൻകൂർ ജാമ്യം നിഷേധിച്ചിരിക്കുന്നത് പ്രതി MLA എന്ന പദവി ഉപയോഗിക്കും എന്നതുകൂടി കണ്ടെത്തിക്കൊണ്ടല്ലേ? സാക്ഷികളെ സ്വാധീനിക്കാൻ, തെളിവ് നശിപ്പിക്കാൻ ഒക്കെയുള്ള സാധ്യതകളുണ്ട് എന്ന പ്രോസിക്യൂഷൻ വാദം കോടതി കണക്കിലെടുത്തു എന്ന് വേണ്ടി മനസ്സിലാക്കാൻ രണ്ടാമത്തെ FIR വേണ്ടി വന്നോ ഈ ഉത്തരവിന്? അക്കാര്യം കൂടി ഈ ഉത്തരവിൽ പ്രധാനമായിട്ടും പരാമർശിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അതായത് രാഹുൽ മാങ്കൂട്ടത്തിന് ജാമ്യം ലഭിച്ചു കഴിഞ്ഞാൽ സാക്ഷികളെ സ്വാധീനിക്കാനും അന്വേഷണത്തെ വഴിതെറ്റിച്ചു വിടാനുമുള്ള സാധ്യത ഉണ്ട് എന്നുള്ളത് തന്നെയാണ് കോടതി നിരീക്ഷിക്കുന്നത്. പ്രതി തുടക്കം മുതൽക്ക് തന്നെ ഒളിവിൽ പോയതും ഒരു ഹാബിച്വൽ ഒഫൻഡർ ആണെന്നുമുള്ളത് അടക്കം പരിഗണിച്ചുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ഒരു നിരീക്ഷണത്തിലേക്ക് കോടതി എത്തിയത് എന്നുള്ളതാണ് മനസ്സിലാകുന്നത്. രണ്ടാമത്തെ പരാതി, അത് കൃത്യമായിട്ട് തന്നെ കോടതി ഉത്തരവിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതായത് അതിന്റെ കോപ്പി, പരാതിയുടെ പകർപ്പടക്കം പ്രോസിക്യൂഷൻ ഹാജരാക്കിയിട്ടുണ്ട്. KPCCക്ക് നൽകിയ പരാതിയുടെ പകർപ്പടക്കം ഹാജരാക്കിയിട്ടുണ്ട്. അതിന്റെ വിവരങ്ങളടക്കം ഉത്തരവിൽ രേഖപ്പെടുത്തിയിട്ടുമുണ്ട് എന്നുള്ളതാണ്. അതായത് ഈ പ്രതിക്കെതിരെ വീണ്ടും ഒരു പരാതി കൂടി വരുന്നു. അതിൽ
കേസ് രജിസ്റ്റർ ചെയ്യുന്നു എന്നതടക്കമുള്ള കാര്യങ്ങൾ ഇതിനകത്ത് അത് പരിഗണനയ്ക്ക് എടുക്കുന്നു എന്നുള്ളത് കൂടിയാണ് കോടതി ഇതിനകത്ത് ചൂണ്ടിക്കാണിക്കുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത്. ഇതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ്. അതായത് രണ്ടാമത്തെ പരാതിയിലുള്ള അന്വേഷണം പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ അതിന്റെ ആദ്യഘട്ടം, അതായത് പ്രിലിമിനറി സ്റ്റേജിൽ മാത്രമാണ് അന്വേഷണം ഉള്ളത്. അതുകൊണ്ട് തന്നെ ആ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകേണ്ടതുണ്ട്. ഇപ്പോൾ ഈ കേസിൽ ഒരു ജാമ്യം ലഭിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും പ്രതി സാക്ഷികളെ സ്വാധീനിക്കാനും തെളിവുകൾ നശിപ്പിക്കാനുമുള്ള ശ്രമത്തിലേക്ക് കടക്കും എന്നുള്ളത് കൂടിയാണ് കോടതി ഇതിനകത്ത് ചൂണ്ടിക്കാണിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം. അതായത് ഗുരുതര സ്വഭാവത്തിലുള്ള വകുപ്പുകളും അതിന് ബലം നൽകുന്ന തെളിവുകളുമാണ് നിലവിൽ കോടതിയുടെ പക്കൽ പ്രോസിക്യൂഷൻ ഹാജരാക്കിയിരിക്കുന്നത് എന്നതുകൊണ്ട് തന്നെ രാഹുൽ മാങ്കൂട്ടത്തിന് ജാമ്യം ഈ ഘട്ടത്തിൽ നൽകാൻ, മുൻകൂർ ജാമ്യം ഈ ഘട്ടത്തിൽ നൽകുന്നത് ശരിയാവില്ല എന്നുള്ളത് തന്നെ കോടതി ചൂണ്ടിക്കാണിക്കുന്നു എന്നുള്ളതാണ്. വേണ്ടത്ര തെളിവുകൾ പ്രോസിക്യൂഷൻ ഹാജരാക്കിയിട്ടുണ്ട് എന്നതടക്കമാണ് ഉള്ള കാര്യങ്ങൾ. അതായത് ഈ വാദപ്രതിവാദങ്ങൾക്കിടെ രാഹുലിന്റെ അഭിഭാഷകൻ ഹാജരാക്കിയിട്ടുള്ള ചില രേഖകളുണ്ട്. ആ രേഖകളൊന്നും തന്നെ പര്യാപ്തമല്ല എന്നുള്ള നിരീക്ഷണത്തിലേക്ക് കൂടി കോടതി എത്തുകയാണ്. അതായത് ചില ശബ്ദരേഖകൾ, പ്രതിയുമായിട്ടുള്ള ശബ്ദരേഖകൾ, അതിന്റെ ഹാഷ് വാല്യൂ സർട്ടിഫിക്കറ്റ് അടക്കം ഇതിനകത്ത് രേഖപ്പെടുത്തി പോകുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ട് ചൂണ്ടിക്കാണിക്കേണ്ടത്. ഒപ്പം തന്നെ ഗർഭചിത്രം നടന്നു എന്നതിനടക്കം തെളിവുകൾ ഉണ്ട് എന്നുള്ളതാണ് പ്രോസിക്യൂഷൻ വാദിച്ചത്. അത് കോടതി മുഖവിലേക്ക് എടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് എടുത്തു കാണേണ്ടുന്ന ഒരു കാര്യം. ഒപ്പം തന്നെ ഈ പ്രതിക്കെതിരെ ഉയർന്നിട്ടുള്ള മറ്റ് ആരോപണങ്ങൾ, ആ ആരോപണങ്ങൾ കൂടി പരിഗണിക്കേണ്ടതുണ്ട് ഈ ഘട്ടത്തിൽ എന്നുള്ളതാണ് കോടതി ചൂണ്ടിക്കാണിക്കുന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത്. എന്തായാലും പ്രതിയെ സംബന്ധിച്ച് ഇപ്പോൾ നിലവിൽ അന്വേഷണവുമായി സഹകരിക്കാത്ത ഒരു സാഹചര്യം, ഒപ്പം തന്നെ പ്രതിക്കെതിരെ മറ്റു കുറ്റങ്ങൾ, മറ്റ് ആരോപണങ്ങൾ, പരാതികളൊക്കെ വന്നത്, കേസ് രജിസ്റ്റർ ചെയ്ത് തുടങ്ങിയ കാര്യങ്ങളെല്ലാം പരിഗണിച്ചുകൊണ്ടാണ് മുൻകൂർ ജാമ്യം കൊടുക്കേണ്ടതില്ല എന്നുള്ള നിലപാടിലേക്ക് പ്രിൻസിപ്പൽ സെഷൻസ് കോടതി എത്തിയത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഒപ്പം തന്നെ ഇതിനകത്ത് പ്രതിയുടെ അഭിഭാഷകൻ, അതായത് രാഹുൽ മാങ്കൂട്ടത്തിൽ തന്നെ ചൂണ്ടിക്കാണിച്ചിട്ടുള്ള ഒരു കാര്യം, അതിജീവിതക്കെതിരെ ഉയർത്തിയ ഒരു ആരോപണം, ഈ പരാതി വളരെ വൈകിയാണ് നൽകിയത് എന്ന് പറയുന്ന ഒരു ആരോപണം ഉയർത്തിയിട്ടുണ്ട്. ഒപ്പം തന്നെ രാഷ്ട്രീയ പ്രേരിതമാണ് എന്നുള്ള ആരോപണം കൂടിയാണ് രാഹുൽ ഉയർത്തിയിട്ടുള്ളത്. പക്ഷേ ഇക്കാര്യങ്ങൾ ഈ ഘട്ടത്തിൽ പരിഗണിക്കേണ്ടതില്ല എന്നുള്ള നിലപാടിലേക്ക് കോടതി എത്തുകയായിരുന്നു എന്നുള്ളതാണ് മനസ്സിലാകുന്നത്. മാത്രമല്ല ഈ അതിജീവിത നൽകിയിട്ടുള്ള മൊഴി, അതായത് പോലീസിന് നേരത്തെ നൽകിയിട്ടുള്ള മൊഴി, ഒപ്പം തന്നെ അതിനുശേഷം രേഖപ്പെടുത്തിയിട്ടുള്ള രഹസ്യമൊഴി, ഇതൊക്കെ തന്നെ കൃത്യമായി എത്രത്തോളം മോശമായ അവസ്ഥയിൽ കൂടിയാണ് ആ പെൺകുട്ടി പോയത് എന്നുള്ളത് ബോധ്യപ്പെടുന്നതാണ്. മാത്രമല്ല ആരും പരാതി നൽകാനായി അതിജീവിതയെ പ്രേരിപ്പിച്ചിട്ടില്ല എന്നുകൂടി മനസ്സിലാകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പോഴത്തെ ഘട്ടത്തിൽ ആ കാര്യങ്ങൾ, ആ ആരോപണങ്ങൾ നിലനിൽക്കുന്നതല്ല എന്നുകൂടി കോടതി ചൂണ്ടിക്കാണിക്കുന്നു എന്നുള്ളതാണ് ഈ ഉത്തരവിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് തന്നെ ഈ FIR രജിസ്റ്റർ ചെയ്യാനോ അല്ലെങ്കിൽ പരാതി നൽകാനോ വൈകുന്നത് ഈ സെക്ഷൽ ഒഫൻസുകൾക്ക്, അതായത് ലൈംഗിക പീഡന പരാതികളും തുടർന്നുണ്ടാകുന്ന കേസുകൾക്കുമൊക്കെ തന്നെ, അല്ലെങ്കിൽ അവയുടെ മെറിറ്റിനെ റദ്ദ് ചെയ്യുന്നതല്ല എന്നുള്ളതാണ് കോടതിയുടെ വളരെ പ്രധാനപ്പെട്ട ഒരു നിരീക്ഷണം. നേരത്തെ സുപ്രീം കോടതി ഉത്തരവടക്കം ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഇതിനകത്ത് പ്രിൻസിപ്പൽ സെഷൻസ് കോടതി ചില പരാമർശങ്ങൾ നടത്തിയിരിക്കുന്നുള്ളത് ഈ കേസിനെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അതുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ ഉയർത്തിയിട്ടുള്ള ഈ പരാതി വൈകൽ അടക്കമുള്ള ആരോപണങ്ങൾ നിലനിൽക്കുന്നതല്ല എന്നുള്ള ഒരു നിരീക്ഷണം ആ ഉത്തരവിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു എന്നുള്ളതാണ് ഇതിനകത്ത് ചൂണ്ടിക്കാണിക്കേണ്ട മറ്റൊരു കാര്യം. എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ തെളിവ് പ്രഥമദൃഷ്ട്യാ കുറ്റക്കാരനെന്ന് കോടതി കണ്ടെത്തിയിരിക്കുകയാണ്. അങ്ങനെയാണ് ഈ ജാമ്യം തന്നെ നിഷേധിക്കുന്നത്. ജാമ്യം നൽകിയാൽ അന്വേഷണത്തെ ബാധിക്കും. സാക്ഷി